Next we'll see the process scheduling. This is coming under module 1, second chapter. Process scheduler is actually which decides which process should run and for how long. എത്ര നേരത്തേക്ക് പ്രോസസ്സ് റൺ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതും ആരാണ് റൺ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതാണ് പ്രോസസ് ഷെഡ്യൂളിംഗ്. It will divide the finite resource of the processor time between runnable processes on a system. പ്രോസസ്സറിൻ്റെ ടൈമിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് പ്രോസസ് ഷെഡ്യൂളർ വേണം. ആൻഡ് ഇറ്റ് ഈസ് വർക്കിംഗ് ഓൺ ദ ബേസിസ് ഓഫ് എ മൾട്ടി ടാസ്കിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മൾട്ടി ടാസ്കിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഷെഡ്യൂളർ റൺ ചെയ്യുന്നത്. ആൻഡ് മൾട്ടിപ്പിൾ പ്രോസസ്സസ് സൈമൾട്ടേനിയസ് ആയിട്ട് റൺ ചെയ്യുന്നു എന്ന് പറയുന്നൊരു ഫീലിംഗ് പ്രോസസ് ഷെഡ്യൂളറിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. Now what is multitasking? Multitasking is simultaneous operation carried out simultaneously. Multiple operations carried out simultaneously. പക്ഷേ ഒരു സമയം ഒരു പ്രോസസ്സിന് മാത്രമാണ് ഹാൻഡിൽ ചെയ്യുള്ളൂ. ബട്ട് ദ പ്രോസസ്സ് ദ മൾട്ടിപ്പിൾ പ്രോസസ്സസ് റൺ ചെയ്യുന്നു എന്ന് പറയുന്നൊരു ഫീല് നമുക്ക് കിട്ടും. ദെൻ അവിടെ നമുക്ക് പ്രോസസ്സസിനെ ബ്ലോക്ക് ചെയ്യാം, പ്രോസസ്സസിനെ സ്ലീപ്പ് ചെയ്യാം, പ്രോസസ്സ് റണ്ണബിൾ സ്റ്റേറ്റിൽ പോകാം, റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് നമുക്ക് പോകാം. ദെൻ ദ മൾട്ടി ടാസ്കിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കംസ് ഇൻ ടു ടൈപ്പ്: കോപ്പറേറ്റീവ് മൾട്ടി ടാസ്കിങ് ആൻഡ് പ്രീഎംപ്റ്റീവ് മൾട്ടി ടാസ്കിങ്. മൾട്ടി ടാസ്കിങ്ങിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം: കോപ്പറേറ്റീവ് മൾട്ടി ടാസ്കിങ് ആൻഡ് പ്രീഎംപ്റ്റീവ് മൾട്ടി ടാസ്കിങ്. Preemptive multitasking the scheduler will decide which when a process the scheduler decides when a process is to cease running and a new process is to begin running. The act of involuntarily suspending a running process is called preemption. Preemption എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിനെ നമ്മൾ ഇൻ്ററപ്റ്റ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുന്നതിനാണ് പ്രീഎംഷൻ എന്ന് പറയുന്നത്. The time slice means for what time a process runs before it is preempted. അതായത് ആ പ്രോസസ്സിന് നമ്മൾ റൺ ചെയ്യാൻ കൊടുക്കുന്ന സമയത്തിനെയാണ് ടൈം സ്ലൈസ് എന്ന് പറയുന്നത്. Then what is cooperative multitasking? Cooperative multitasking, a process does not stop until it voluntarily decides to do so. അത് തന്നെ തീരുമാനിക്കണം അത് നിൽക്കാൻ, അതുവരെ ഈ പ്രോസസ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കും. അതിനാണ് കോപ്പറേറ്റീവ് മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത്. അപ്പം ഈ വോളണ്ടിയർലി നിൽക്കുന്ന ഇതിന് പറയുന്ന പേരാണ് ഈൽഡിങ് എന്ന് പറയും. വോളണ്ടിയർലി സസ്പെൻഡ് ചെയ്യുന്നതിനെയാണ് ഈൽഡിങ് എന്ന് പറയുന്നത്. Now we'll see a Linux process scheduler. ഇവിടെ യൂസ് ചെയ്യുന്ന ഷെഡ്യൂളറിനെ പറയുന്ന പേര് BigO ഷെഡ്യൂളർ എന്നാണ് പറയുന്നത്. ബിക്കോസ് ഇറ്റ് ഹാസ് ഓവർകംഡ് ദ ഷോർട്ട് കമ്മിങ്സ് ഓഫ് ദ പ്രീവിയസ് ലിനക്സ് ഷെഡ്യൂളർ. ഇറ്റ് ഹാസ് പവർഫുൾ ഫീച്ചേഴ്സ് ആൻഡ് പവർഫുൾ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ്. ആൻഡ് ദിസ് ഷെഡ്യൂളർ ഈസ് പെർഫോംഡ് admirably and it can be scaled effortlessly. Then it has the related to scheduling latency sensitive applications. They are over time, however, it became evident that the BigO scheduler had several pathological failures related to scheduling latency sensitive applications. It has some pathological failures and they are called these applications called interactive processes include any application with which the user interacts. ഇവിടെ ഈ BigO കുറേ ഫെയിലിയേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളത് കണ്ടുപിടിച്ചു. BigO ഷെഡ്യൂളർ ഈസ് ഐഡിയൽ ഫോർ ലാർജ് വർക്ക് ലോഡ്. ഇറ്റ് ഈസ് ഐഡിയൽ ഫോർ ലാർജ് വർക്ക് ലോഡ് വിച്ച് ലാക്ക് ഇൻ്ററാക്റ്റീവ് പ്രോസസ്സസ്. നമ്മൾ ഇൻ്ററാക്റ്റീവ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ എയിം ചെയ്തു. വി എയിംഡ് അറ്റ് ഇംപ്രൂവിങ് ഇൻ്ററാക്റ്റീവ് പെർഫോമൻസ് ഓഫ് BigO ഷെഡ്യൂളർ. അതിൻ്റെ ഭാഗമായിട്ടാണ് റൊട്ടേറ്റിംഗ് സ്റ്റെയർ കേസ് ഡെഡ്ലൈൻ ഷെഡ്യൂളർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഫെയർ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്ന ഷെഡ്യൂളർ, അതായത് ദ റൊട്ടേറ്റിംഗ് സ്റ്റെയർ കേസ് ഡെഡ്ലൈൻ ഷെഡ്യൂളർ has introduced the concept of fair scheduling in this BigO scheduler. പിന്നെ നമ്മളിപ്പം യൂസ് ചെയ്യുന്ന കേർണലിൻ്റെ 2.6.23 വേർഷനിൽ യൂസ് ചെയ്യുന്ന ഷെഡ്യൂളറിൻ്റെ പേരാണ് കംപ്ലീറ്റ്ലി ഫെയർ ഷെഡ്യൂളർ ഓർ CFS. Next is policy.
പോളിസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബിഹേവിയർ ഓഫ് ദ ഷെഡ്യൂളർ വിച്ച് ഡിറ്റർമിൻസ് വാട്ട് റൺസ് വെൻ. ഷെഡ്യൂളർ പോലെ തന്നെയാണ്. ആ ഷെഡ്യൂളറിൻ്റെ ബിഹേവിയറിന് പറയുന്ന പേരാണ് പോളിസി എന്ന് പറയുന്നത്. A scheduler's policy often determines the overall feel of a system and it is responsible for optimally utilizing the processor time. നമുക്ക് 2 ടൈപ്പ് പ്രോസസ്സസ് ഉണ്ട്. IO ബൗണ്ടും പ്രോസസ്സർ ബൗണ്ടും പ്രോസസ്സസ് ഉണ്ട്. IO ബൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സ്പെൻഡിങ് മോർ ടൈം ഓൺ IO റിക്വസ്റ്റ്. പ്രോസസ്സർ ബൗണ്ട് ആണെങ്കിലോ ഇറ്റ് ഈസ് സ്പെൻഡിങ് മോർ ടൈം ഓൺ എക്സിക്യൂട്ടിംഗ് ദ കോഡ്. ദേ ടെൻഡ് ടു ദ പ്രോസസ്സർ ബൗണ്ട് process, they tend to run until they are preempted because they do not block on IO request. ഇതിനകത്ത് എക്സ് വിൻഡോ സെർവർ എന്ന് പറയുന്നത് ബോത്ത് പ്രോസസ്സർ ബൗണ്ടും IO ബൗണ്ടും കൂടിയാണ്. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് വേർഡ് പ്രോസസ്സർ വിച്ച് നോർമലി സിറ്റ്സ് വെയിറ്റിംഗ് ഫോർ ദ കീ പ്രോസസ് ബട്ട് at any moment might beg the processor in a rapid fit of spell checking or macro calculation. പിന്നെ ഈ പോളിസി സിസ്റ്റത്തിന് അവരുടെ 2 ഗോളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് പ്രോസസ് റെസ്പോൺസ് ടൈം ഓർ ലോ ലേറ്റൻസി ആൻഡ് ഹൈ ത്രൂപുട്ട്. അതായത് ലോ ലേറ്റൻസി, പെട്ടെന്ന് നമുക്ക് ആരെങ്കിലും റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യുക, അതാണ് ലോ ലേറ്റൻസി. ആൻഡ് ഹൈ ത്രൂപുട്ട്, മാക്സിമം സിസ്റ്റം യൂട്ടിലൈസേഷൻ. ഇത് രണ്ടും അതിൻ്റെ കൺസേൺ ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് സംഭവിക്കും? ഷെഡ്യൂളർ ഹാസ് ടു എംപ്ലോയ് കോംപ്ലക്സ് അൽഗോരിതംസ്. ദ ഷെഡ്യൂളർ പോളിസി ഇൻ യൂണീക്ക് സിസ്റ്റം ടെൻസ് ടു എക്സ്പ്ലിസിറ്റ്ലി ഫേവർ IO ബൗണ്ട് പ്രോസസ്. ഷെഡ്യൂളർ IO ബൗണ്ട് പ്രോസസ്സിനെയാണ് കൂടുതൽ ഫേവർ ചെയ്യുന്നത് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് പെർഫോമൻസിന് വേണ്ടിയിട്ട്. റെസ്പോൺസ് ടൈം കൂടുതലായിരിക്കും. ലിനക്സ് എയിമിംഗ് നോ പ്രൊവൈഡ് ഗുഡ് ഇൻട്രാക്റ്റീവ് റെസ്പോൺസ് ആൻഡ് ഡെസ്ക്ടോപ്പ് പെർഫോമൻസ് ഓപ്റ്റിമൈസസ് ഫോർ പ്രോസസ് റെസ്പോൺസ്, ദസ് ഫേവറിങ് IO ബൗണ്ട് പ്രോസസ് ഓവർ പ്രോസസ്സർ ബൗണ്ട് പ്രോസസ്സേഴ്സ്. അടുത്തത് പ്രോസസ് പ്രയോറിറ്റി. പ്രയോറിറ്റി എന്ന് പറയുന്നത് പ്രയോറിറ്റി ബേസ്ഡ് ഷെഡ്യൂളിംഗ്. ആരാണോ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്ത് വരുന്നത് അതിനെ പെട്ടെന്ന് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ്. നമ്മൾ ഓരോരുത്തർക്കും ഓരോ ടൈം സ്ലൈസ് കൊടുക്കുക. ആ ടൈം സ്ലൈസ് അനുസരിച്ച് അതിന് സിസ്റ്റത്തിൻ്റെ പ്രോസസ്സർ ടൈം ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇനി ലീനക്സ് കേർണൽ ഇംപ്ലിമെൻറ്റ്സ് 2 പ്രയോറിറ്റി. എങ്ങനെ പ്രയോറിറ്റി സെറ്റ് ചെയ്യാം എന്നുള്ളത് 2 മെത്തേഡാണ്. ഒന്ന് നൈസ് വാല്യൂയും റിയൽ ടൈം പ്രയോറിറ്റിയും. നൈസ് വാല്യൂ റേഞ്ച് ചെയ്യുന്നത് -20 to +19 ആണ്. ഡിഫോൾട്ട് വാല്യൂ 0 ആണ്. ലോവർ നൈസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഹയർ പ്രയോറിറ്റിയും ഹയർ നൈസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ലോവർ പ്രയോറിറ്റിയുമാണ്. റിയൽ ടൈം പ്രയോറിറ്റി ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നൈസ് വാല്യൂവിൻ്റെ. ഹയർ റിയൽ ടൈം പ്രയോറിറ്റി കറസ്പോണ്ട്സ് ടു greater priorityയും lower real time priority corresponds to lower priority for the process. ഇത് ഇടുന്ന കമാൻഡാണ്, യൂസ് ചെയ്യുന്ന കമാൻഡ് PS -EO state UID PID PPID RT prio എന്ന് പറയുന്ന വേരിയബിൾസിനെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ടൈം സ്ലൈസ് എന്താണെന്നാണ് ഇനി പറയുന്നത്. ടൈം സ്ലൈസ്, ഹൗ ലോങ് എ ടാസ്ക് ക്യാൻ റൺ അണ്ടിൽ ഇറ്റ് ഈസ് പ്രീഎംപ്റ്റഡ്. IO bound processes do not need longer time slice, where processor bound process crave for it needs longer time slices. Next we move on to the Linux scheduling algorithm. Linux scheduling algorithm പഠിക്കുന്നതിന് മുമ്പ് we need to study the Linux scheduler classes. Linux scheduler is modular, enabling different algorithms to schedule different types of processes. And the modularity is called scheduler classes. Scheduler classes will enable different pluggable algorithms to coexist, scheduling their own types of processes. The processor class has a priority. The base scheduler code, which is defined in kernel schedule.c, iterates over each scheduler class in order of priority. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഷെഡ്യൂളർ ക്ലാസ്സസ് ആണ്. നമ്മൾ ഷെഡ്യൂളിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഷെഡ്യൂളർ ക്ലാസ്സസ് ഉണ്ട്. ഇതിന് കുറേ പ്ലഗബിൾ അൽഗോരിതംസ് ഉണ്ട്. ആൻഡ് എങ്ങനെയാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യേണ്ടത്, പ്രോപ്പറായിട്ട് ഷെഡ്യൂൾ ചെയ്യേണ്ടതെന്ന് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇത് സേവ് ചെയ്തിരിക്കുന്നത് kernel/shed.c എന്ന് പറയുന്ന C ഫയലിലാണ് ഇതിനെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്.
പിന്നെ ഹയർ പ്രയോറിറ്റി ഷെഡ്യൂളർ ക്ലാസ് ദാറ്റ് ഈസ് എ റണ്ണബിൾ പ്രോസസ് വിൻസ് സെലക്ടിങ് ആർക്കാണോ ഹയർ പ്രയോറിറ്റി ഉള്ളത് ഹീ വിൽ ബി സെലക്റ്റഡ് ഫോർ റണ്ണിങ് നെക്സ്റ്റ്. ഇവിടെ യൂസ് ചെയ്യുന്ന ഷെഡ്യൂളറാണ് കംപ്ലീറ്റ്ലി ഫെയർ ഷെഡ്യൂളർ. ഫെയർ ഷെഡ്യൂളിംഗ് കംപ്ലീറ്റ്ലി ഫെയർ ഷെഡ്യൂളർ യൂസ് ചെയ്യുന്നത് ഫെയർ ഷെഡ്യൂളിംഗ് ആണ്. ഈച്ച് പ്രോസസ് വുഡ് റിസീവ് 1/n ഓഫ് പ്രോസസർ ടൈം. എത്ര റണ്ണബിൾ പ്രോസസ്സ് ഉണ്ടോ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നിനും ഫോർ ഇൻഫിനിറ്റ്ലി സ്മോൾ ഡ്യൂറേഷൻ സമയം കൊടുക്കും. സോ ദാറ്റ് ഇൻ എനി മെഷറബിൾ പീരിയഡ് നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് റൺ എൻ പ്രോസസ് ഫോർ ദ സെയിം എമൗണ്ട് ഓഫ് ടൈം എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. Then the CFS will run each process for some amount of time. അതായത് റൗണ്ട് റോബിൻ പ്രോസസ്സിലാണ് CFS റൺ ചെയ്യുന്നത്. സെലക്ടിങ് നെക്സ്റ്റ് ദ പ്രോസസ് ദാറ്റ് ഹസ് ടു റൺ ദ ലീസ്റ്റ്. അതായത് നമ്മളൊരു സർക്കിൾ പോലെ കൊടുത്തിട്ട് ഓരോന്നിനും ഓരോ സമയം നമ്മൾ അലോട്ട് ചെയ്ത് പോവുകയാണ്. റാദർ ദാൻ assign each process a time slice, CFS calculate how long a process should run as a function of the total number of runnable processes. അതായത് ഓരോന്നിനും ഓരോ ടൈം സ്ലൈസ് കൊടുക്കുന്നതിന് പകരം CFS എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഓരോ റണ്ണബിൾ പ്രോസസ്സിനും ഇത്ര സമയം എന്ന് പറയുന്ന അതായത് ടോട്ടൽ നമ്പർ ഓഫ് റണ്ണബിൾ പ്രോസസ്സിൽ നിന്നും നമ്മൾ കൊടുക്കേണ്ട ടൈം സ്ലൈസിനെ ഡിസൈഡ് ചെയ്യും. ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് നൈസ് വാല്യൂ യൂസ് ചെയ്ത് ടൈം സ്ലൈസ് നൈസ് വാല്യൂ യൂസ് ചെയ്ത് പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നതിന് പകരം CFS എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ നൈസ് വാല്യൂ ഉപയോഗിച്ച് ഈ പ്രോസസ്സറിൻ്റെ സമയം ഒരു വെയിറ്റ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കും ഓരോ പ്രോസസ്സിനും. എന്നിട്ട് ഈ വെയിറ്റ് അനുസരിച്ച് പ്രോസസ്സറിൻ്റെ സമയം പ്രോസസ്സിന് ഹയർ വാല്യൂ അതായത് ലോവർ പ്രയോറിറ്റി ഉള്ളതിന് ഒരു ചെറിയ പ്രോസസ്സറിൻ്റെ ടൈമും ഹയർ പ്രയോറിറ്റി ഉള്ളതിന് പ്രോസസ്സറിൻ്റെ കൂടുതൽ സമയവും കൊടുക്കാൻ ഇതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഒരു നൈസ് വാല്യൂ ഉപയോഗിച്ചൊരു വെയിറ്റ് എല്ലാ പ്രോസസ്സിനും നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. റൗണ്ട് റോബിൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. So it is called a fair scheduler. Next we will see preemption and context switching. Preemption എന്താണെന്ന് അറിയാലോ, നമ്മളൊരു പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ പണി നിർത്തുന്നതിനെയാണ് പ്രിയംഷൻ എന്ന് പറയുന്നത്. കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു റണ്ണബിൾ ടാസ്കിൽ നിന്ന് വേറൊരു റണ്ണബിൾ ടാസ്കിലേക്ക് റൺ ചെയ്ത് പോകുന്നതിനെയാണ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. ഈ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ഫംഗ്ഷൻ ഈസ് ദെയർ വിച്ച് ഈസ് റിട്ടൺ ഇൻ കേർണൽ ഷെഡ്യൂൾ .c. അതിനെ വിളിക്കുന്ന പ്രൊസീജിയറാണ് ഷെഡ്യൂൾ ഫംഗ്ഷൻ. ഇവിടെ രണ്ട് ബേസിക് ഫംഗ്ഷനുണ്ട്, സ്വിച്ച് MM സ്വിച്ച് 2ഉം. സ്വിച്ച് MM എന്ന് പറയുന്നത് സ്വിച്ച് ടു മെമ്മറി മാപ്പിങ്ങും, സ്വിച്ച് 2 എന്ന് പറയുന്നത് ടു സ്വിച്ച് ദ പ്രോസസ്സർ സ്റ്റേറ്റ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. ഒരു സ്റ്റേറ്റിൽ നിന്നും വേറൊരു സ്റ്റേറ്റിലേക്ക് റൺ ചെയ്യുന്നതിന് സ്വിച്ച് 2 എന്നും, സ്വിച്ച് ടു സ്വിച്ച് ദ വെർച്വൽ മെമ്മറി മാപ്പിംഗ് ഫ്രം ദ പ്രീവിയസ് പ്രോസസ്. ഒരു പ്രീവിയസ് പ്രോസസ്സിൻ്റെ മെമ്മറിയിൽ നിന്നും വേറൊരു മെമ്മറിയിലേക്ക് മാപ്പ് ചെയ്യുന്നതിനാണ് സ്വിച്ച് മെമ്മറി മാപ്പിംഗ് എന്ന് പറയുന്നത്. സ്വിച്ച് 2 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു സ്റ്റേറ്റിൽ നിന്നും വേറൊരു സ്റ്റേറ്റിലേക്ക് നമ്മൾ മാറ്റുന്നതിനെയാണ് സ്വിച്ച് 2 എന്നും പറയുന്നത്. ഇത് വിളിക്കുന്നത് ഷെഡ്യൂൾ ഫംഗ്ഷനാണ്. കോണ്ടെക്സ്റ്റ് സ്വിച്ച് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഷെഡ്.c എന്ന് പറയുന്ന C ഫയലിലാണ് ഇതിനെ എഴുതി വച്ചിരിക്കുന്നത്. ഇനി പ്രിയംഷൻ എന്ന് പറയുന്നത് എപ്പോഴാണ്, അതായത് നിർത്തണമെങ്കിൽ അതിനെ പകുതിക്ക് വെച്ച് നിർത്താമെന്ന് പറയുന്ന കൺസെപ്റ്റാണ് പ്രിയംഷൻ എന്ന് പറയുന്നത്. എപ്പോഴാണ് പ്രിയംഷൻ നടക്കുന്നത്? യൂസർ സ്പേസ് സിസ്റ്റം കോൾ വന്ന് യൂസർ സ്പേസിലേക്ക് റിട്ടേൺ ചെയ്യുമ്പോഴും ഒരു ഇൻറ്ററപ്റ്റ് ഹാൻഡ്ലർ വിളിക്കുമ്പോൾ വെൻ വി റിട്ടേൺ ടു ദ യൂസർ സ്പേസ്, വെൻ വി ആർ റിട്ടേണിങ് ടു ദ യൂസർ സ്പേസ്, അപ്പോഴും ഈ ഇൻറ്ററപ്റ്റ് നമ്മുടെ പ്രിയംഷൻ ഒക്കർ ചെയ്യും. നെക്സ്റ്റ് വിൽ സി വെൻ ദ കേർണൽ പ്രിയംഷൻ വിൽ ഒക്കർ. കേർണൽ പ്രിയംഷൻ എപ്പോഴാണ് ഒക്കർ ചെയ്യുന്നത് വെച്ചാൽ വെൻ ആൻ ഇൻറ്ററപ്റ്റ് ഹാൻഡ്ലർ എക്സിറ്റ് ബിഫോർ റിട്ടേണിങ് ടു ദ കേർണൽ സ്പേസ്. കേർണൽ പ്രിയംഷൻ ഒക്കർ ചെയ്യുന്ന എപ്പോഴാണ്? കേർണൽ സ്പേസിലേക്ക് റിട്ടേൺ ചെയ്യുന്നതിന് മുമ്പ് ഇൻറ്ററപ്റ്റ് ഹാൻഡ്ലർ വർക്ക് ചെയ്താൽ അവിടെ കേർണൽ പ്രിയംഷൻ നടക്കും. ദെൻ വെൻ കേർണൽ കോഡ് ബിക്കംസ് പ്രിയംപ്റ്റബിൾ അഗെയിൻ. Third case, if a task in the kernel explicitly calls the schedule function. Fourth, if a task in the kernel blocks which results in a call to schedule function. എന്തൊക്കെയാണ് ഇനി റിയൽ ടൈം ഷെഡ്യൂളിംഗ് പോളിസി എന്ന് പറയുന്നത്? റിയൽ ടൈം ഷെഡ്യൂളിംഗ് പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഷെഡ്യൂൾ
ഫിഫോയും ഷെഡ്യൂൾ RR. ഷെഡ്യൂൾ ഫിഫോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഷെഡ്യൂൾ RR എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഐഡൻറ്റിക്കൽ ടു ഷെഡ്യൂൾ ഫിഫോ എക്സെപ്റ്റ് ദാറ്റ് each process can run only until it exhausts a predetermined time slice. സോഫ്റ്റ് റിയൽ ടൈമും ഉണ്ട്, ഹാർഡ് റിയൽ ടൈം പോളിസീസും ഉണ്ട്. ദാറ്റ് ടൈമിംഗ് ഡെഡ് ലൈനിനുള്ളിൽ വെൻ വി ആർ ഇംപ്ലിമെൻറ്റിംഗ് ദ ടൈം സ്ലൈസ് ഇറ്റ് ഈസ് സോഫ്റ്റ് റിയൽ ടൈം. ഹാർഡ് റിയൽ ടൈം പോളിസി എന്ന് പറയുന്നത് ടു മീറ്റ് എനി ഷെഡ്യൂളിംഗ് റിക്വയർമെൻറ്റ് വിത്തിൻ സർട്ടൺ ലിമിറ്റ്സ്. താങ്ക് യു.